എങ്ങനെയുണ്ട് രമേശ് സാറൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സാറൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ആരാ ചോദിക്കാ? സലിമാണോ ചോദിക്കുന്നത് അതോ മറ്റവരോ റഫീഖോ? മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയല്ലേ ചോദിക്കും. അത് ശരിയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2011 മുഖ്യമന്ത്രി നിർദ്ദേശം 2 ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നതിന് നിങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ പോയപ്പോഴാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിട്ട് എന്നെ പരിചയപ്പെട്ടതെന്ന് നിങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് ശരി തന്നെയാണല്ലോ ചോദിക്കും. അത് മലയാളം പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ കടപ്പളാമറ്റത്ത് വെച്ചാണ് മറ്റേ ഡയറക്ടറിനെ പരിചയപ്പെടുന്നത്. അത് കുഴപ്പമില്ല. അത് നമുക്ക് ഈ പ്രശ്നമാക്കേണ്ടത് കുഴപ്പമില്ല. പിന്നെ അടുത്തത്, എന്നെ കൂടാതെ നിങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിലെ ജോബ് നിൽക്കുമ്പോൾ ഇന്നേരുമായി പരിചയപ്പെട്ടിട്ടുണ്ടെന്നും പലതവണ ഫോണിൽ കൂടി സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ കൊടുത്ത മൊഴി പറഞ്ഞത് ശരിയാണോ? അത് ആണ്. എന്തെന്ന് പറയണേ. പിന്നെ അടുത്തത്, ഞാൻ മൊബൈൽ ഫോണിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന് വിട്ട് മോശമായി സംസാരിച്ചത് എന്ന് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ എനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ മോശമായി ടെലിഫോൺ സംസാരിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ താല്പര്യം അനുസരിച്ചും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയമാണ് അപ്പങ്ങളുടെ ഒരു മൊഴി നിങ്ങൾ നിന്ന് അന്വേഷണ ഉദ്യോഗം എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റൂ. അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം സലീമെ, ഞാൻ എന്തെങ്കിലും ഒന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താകും മറ്റേ കേസിന്റെ സിറ്റുവേഷൻ അറിയില്ല. അതിനകത്ത് മുഖ്യമന്ത്രി ഇംപ്ലിക്കേറ്റഡ് ആയി പോകും. അവരിത് എടുക്കുമല്ലോ ശ്രീധരൻ നായർ. ഞാൻ മൊബൈൽ ഫോണിൽ നിങ്ങൾ അതിനോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷണ ഉദ്ദേശം മുമ്പായി എനിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ മോശമായിട്ട് എളുപ്പം സംസാരിച്ചിട്ടില്ല. അത് അന്നത്തെ സാഹചര്യം എനിക്ക് മൊഴി കൊടുക്കേണ്ടത് വന്നു എന്നും ചോദിച്ചാൽ അത് ശരിയാണെന്ന് അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലോ? അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആയിക്കോളത്. പിന്നെ സോളാർ കേസുമായിട്ട് ബന്ധിച്ച് നിങ്ങളുടെ അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് ആരോ ചില ആൾക്കാർ നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നും അവരുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് സഹായിക്കണമെന്നും ക്ലിഫോസിലെ ലാൻഡ് ഫോണിൽ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ശരിയല്ലേ? അപ്പൊ അത് ശരിയാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിന്റെ ബാക്കി കാര്യം വെച്ചാൽ നിങ്ങൾ ക്ലിഫോസിലെ ലാൻഡ് ഫോൺ കൂടി ആവശ്യപ്പെട്ട ടെലിഫോൺ നമ്പർ മുഖ്യമന്ത്രി ഓഫീസിൽ രജിസ്റ്റർ പരിശോധിച്ച് നിങ്ങളെ വിളിച്ച നമ്പർ എഴുകോൺ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് നിങ്ങളെ ഞാൻ തിരിച്ച് വിളിച്ചറിയിച്ചിരുന്നു എന്നത് ശരിയല്ലേ? അപ്പൊ അത് ശരിയാണല്ലോ? അത് കറക്റ്റാണല്ലോ? അതെ അതെ അടുത്തത്, നിങ്ങൾ 20/6/2011 സോളാർ കേസ് അന്വേഷണ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയല്ല. അത് ചോദിച്ചാണ്. അടുത്തത്, നിങ്ങൾ ആവശ്യപ്പെട്ട ടെലിഫോൺ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ക്ലിഫോസിലെ ലാൻഡ് ഫോൺ കൂടി നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അത് ഈ പ്രാവശ്യത്തിന്റെ മാത്രമാണോ ഇപ്പൊ ഇവരെ അന്വേഷിക്കുന്നത്? അതോ ഇതിനു മുമ്പുള്ള ക്ലിഫോസിന്ന് എന്റെ ഫോണിലോട്ടുള്ള എല്ലാ കോൾസും അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷണത്തിലൊന്നുമില്ല. രവീഷറാണ്. പുള്ളിക്ക് ഇതൊന്നുമില്ല. പുള്ളിക്ക് ആകെ ഉള്ളത് വെച്ചാൽ എന്റെ മറ്റേ ഔദ്യോഗിക ഫോൺ ദുരുപയോഗം ചെയ്തു എന്ന അന്വേഷണം മാത്രമേ വിളിക്കും. സോളാർ കേസ് അന്വേഷണം വിളിക്കില്ല. അല്ല, സോളാർ കേസ് അയ്യോ സലിം സോളാർ കേസ് അല്ല പറയുന്നത്. ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് എല്ലാ കോൾസും എന്താണെന്ന് എല്ലാ കോൾസിനെയും അന്വേഷിക്കുന്നുണ്ടോ അതോ പെർട്ടിക്കുലർലി അന്ന് 2-ാം തീയതി വന്ന കോൾസ് മാത്രമാണോ അന്വേഷിക്കുന്നത്? അല്ല, അതാണ് ക്ലിഫോസിലെ എല്ലാ കോൾസും ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആണോ അതോ ഈ വരുന്ന ദിവസങ്ങളിൽ മൊത്തം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരത് നമ്മുടെ ഗണ്ടന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അവരും പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ഞങ്ങൾ പലരും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അതിന്റെ ആൻസർ ഞങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ 4 കോളിന്റെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് എന്നെ സംബന്ധിച്ച് മാത്രം അന്വേഷിച്ചുള്ളൂ ഇതിനകത്തുള്ളൂ. അപ്പൊ പിന്നെ അത് കോംപ്ലിക്കേഷനിലോട്ട് പോത്തില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് സലിമേ. ഇല്ല, ഒരിക്കലും പോത്തില്ല. കാരണം അന്വേഷണ ഉദ്ദേശം പറയുന്നത് സോളാർ കേസുമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് എന്റെ സബ്സ്പെക്ട് ചെയ്തിരിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് മാത്രം. അത് റഫീഖാണ് പറഞ്ഞു തരുന്നത്.
എന്റെ സംശയം ഇപ്പോഴും ചോദിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആ ഞാൻ ചോദിക്കാം. പിന്നെ അതിന് അടുത്ത ഞാൻ ചോദിക്കുന്നത് എന്റെ ബന്ധുവിന്റെയും പിന്നെ സോളാർ പാർക്കുമായി ബന്ധപ്പെട്ടമായി ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം എന്റെ മൊബൈൽ ഫോണിൽ കൂടി ആയിരുന്നത് ശരിയല്ലേ? കാരണം ബാക്കി സംസാരിച്ചൊക്കെ നമ്മൾ മൊബൈലിലാണ്. അതെ. അപ്പൊ അത് ചോദിക്കും. പിന്നെ എന്നെ നിങ്ങൾ പരിചയപ്പെടാൻ നിങ്ങളുടെ പേര് ലക്ഷ്മി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ ചോദിക്കും. അതെ. പിന്നെ സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രിയിൽ നിന്നോ സെക്യൂരിറ്റി ജീവനക്കാരനായ എന്നിൽ നിന്നോ നിങ്ങൾക്ക് യാതൊരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ അസന്നിഗ്ധമായി നിങ്ങൾ മൊഴി പറയുന്നുണ്ടോ? ഇത് ശരിയല്ലേ എന്ന്. അത്രേ ഉള്ളൂ. കാരണം അത് സാറിന്റെ ഓഫീസോ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല. സോളാർ കേസുമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലേ? അത് എന്നെ ആ മൊഴിക്കാതെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ബാക്കി ഞാൻ പറഞ്ഞോളാം.